കാത്തിരുന്ന ഒരു ഐറ്റം എന്റെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇത് എന്താന്നുള്ള കാര്യം ഞാൻ ഉടനെ പറയാം. അതിനു മുന്നേ നമുക്ക് ഇത് കറി വെക്കാൻ വേണ്ടിട്ട് ഈ 2 വാളയാണ് കിട്ടിയത്. അത് അവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ പഴയ കാര്യത്തിലോട്ട് തിരിച്ചു വരാം. ഇതാണ് ശീമച്ചക്ക. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ അങ്ങനെയാണ് പറയാറ്. നിങ്ങളുടെ നാട്ടിൽ ഇതിന്റെ പേരെന്താന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എന്തായാലും ശീമച്ചക്ക അരിഞ്ഞ് വരി തേങ്ങയും തേങ്ങാപ്പാലും ഉപ്പൊക്കെ ചേർത്ത് വേവിക്കാൻ വേണ്ടി അടുപ്പിലോട്ട് വെച്ചു. കൂട്ടത്തിൽ ഒഴിച്ചുകറിക്കായിട്ട് പല പല ജാതിപ്പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ഒഴിച്ചുകറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതായത് നായരുപുളി, ആശാരിപ്പുളി, അങ്ങനെ പല പേരിട്ടാണ് ഇവിടെ ഇതിനെ വിളിക്കുന്നത്. അതിനിടയ്ക്ക് വേറൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഒരു ടോപ്പ് കൊണ്ട് ഇതിന്റെ വേറെ പല കളറും എനിക്കുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ, നല്ല മെറ്റീരിയൽ ആണ്. ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പുളി വെക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ പേരെന്താന്ന് കൂടി പറയണേ. അങ്ങനെ അതൊക്കെ ഒതുക്കി വെച്ചിട്ട് നേരെ മീൻ വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങി. പൊതുവേ എല്ലാരും പറയുന്നത് ഈ വാള വൃത്തിയാക്കാൻ നല്ല എളുപ്പമാണെന്നാണ്. പക്ഷെ എനിക്ക് ഇതിന്റെ മേളിലത്തെ വെള്ള കളർ സാധനമില്ലേ, ആ വെള്ളി കളർ സാധനം, അത് വൃത്തിയാക്കുന്ന കുറച്ച് പാടാണ്. പക്ഷെ ഇതങ്ങോട്ട് മസാലയൊക്കെ തേച്ച് പൊരിച്ച് കഴിക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴത്തേക്ക് ഞാൻ അതൊക്കെ അങ്ങോട്ട് മറക്കും. അല്ല പിന്നെ അങ്ങനെ കിലോമീറ്ററോളം സഞ്ചരിച്ച് നല്ലിയിൽ നിന്ന് വന്ന ശീമച്ചക്ക പുഴുങ്ങിയതും വാളക്കറിയും കൂട്ടി ഒരു പിടി. അപ്പൊ ഓക്കെ, ബൈ.